ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഗ്രെനിച്ചിലാണുള്ളത്. നമ്മുടെ ലണ്ടൻ ക്യാമ്പസ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രെനിച്ചിൻ്റെ. അപ്പം ഞാൻ ഇന്ന് ലണ്ടൻ വരെ വന്നിരിക്കുകയാണ്. 2-3 കാര്യങ്ങൾ പ്ലാനിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. സോ ഞാൻ നന്നായിട്ട് കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയിട്ട് ഞാൻ നേരത്തെ കിടന്നുറങ്ങി, നേരത്തെ എണീറ്റു രാവിലെ. പൊതുവേ ഞാനങ്ങനെ ഒരു ഏർലി റൈസർ അല്ല, പക്ഷേ എൻ്റെ ആ റുട്ടീനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ കിടന്നുറങ്ങി, നേരത്തെ എണീറ്റു. അപ്പോൾ എനിക്ക് നല്ല സുഖമുണ്ട്, നന്നായിട്ട് ഉറങ്ങി, നല്ല ഫ്രഷാണ് ഞാനിവിടെ ഗ്രെനിച്ചിലെത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഇന്നൊരു 2-3 പരിപാടികളുണ്ട്. പിന്നെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വ്ളോഗ് ഇടുന്നത്. കുറേ റീസൺസ് ഉണ്ട് വ്ളോഗ് ഇടാത്തതിന്. ബട്ട് ഇപ്പോൾ നല്ലൊരു എന്താ പറയുക, ലണ്ടനിൽ ഒരു ഡേ ഔട്ടിന് വന്നപ്പോൾ എങ്ങനെയാണ് വ്ളോഗ് എടുക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു കുട്ടി ഡേ ഔട്ടാണ്. അറൗണ്ട് ഒരു 1 hour നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ഹാരോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇപ്പോൾ ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അത് പിന്നെ ഈ ഒരു ടൈമിൽ എപ്പോഴും അങ്ങനെയാണല്ലോ, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അവിടെ തന്നെ ഒരു H&M ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് കയറി. പക്ഷേ എനിക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എല്ലാം ഒരു ഗ്രേ വൈറ്റ് കളറിലുള്ള ഡ്രസ്സസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് ആ കളറിൽ ഡ്രസ്സ് വേണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒക്കെ ഒരേ പാറ്റേണും. അപ്പോൾ ഒന്നും മേടിച്ചില്ല. ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ അവിടുന്ന് ഒരു 20 മിനിറ്റ്സോളം ബസ്സിൽ പോകണം നമ്മുടെ A2B റെസ്റ്റോറൻറ്റിലേക്ക്. ഈസ്റ്റ് ഹാമിലും A2B ഉണ്ട്, പക്ഷേ ഈ ഹാരോയിലുള്ള അവിടെയാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ, ദോശ ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹാരോയിലേക്ക് തന്നെ സ്പെഷ്യലായിട്ട് വന്നത്. A2Bയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്, അടയാർ ആനന്ദഭവൻ. ഫുഡ് നന്നായാൽ മതിയായിരുന്നു ഗൈസ്. വെറുതെ ട്രാവൽ ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് വന്നത്. നന്നായാൽ മതിയായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ലെറ്റ്സ് ഗോ ആൻഡ് സീ. വലിയ തിരക്കൊന്നും കാണാനില്ല. ദോശ കഴിക്കാൻ ഞാൻ പണ്ടൊന്നും ഇത്ര എക്സൈറ്റഡ് ആയിരുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ നമുക്ക് എന്നും കിട്ടിയിരുന്ന ഒരു സാധനമായിരുന്നു ദോശ. വീട്ടിലൊക്കെ അമ്മ മിക്കവാറും രാവിലെയും ചിലപ്പോൾ രാത്രിയും ദോശ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ ദോശയൊക്കെ എനിക്ക് വല്ലപ്പോഴേ കഴിക്കാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനോട് അതിയായ ഒരു ഇഷ്ടം എനിക്കിപ്പോൾ ഉണ്ട്. അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആക്ച്വലി റിയലൈസ് ചെയ്തത് എനിക്ക് ദോശ നല്ല ഇഷ്ടമാണെന്നുള്ളത്. എന്തായാലും ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ഫുഡാണത്. അപ്പോൾ ദോശ ഫെസ്റ്റിവലിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ വന്നു, ബാഹുബലി ദോശ. ഇതൊരൊറ്റ വലിയ ദോശയാണ്. 2 പ്ലേറ്റിലായിട്ട് അവർ കട്ട് ചെയ്ത് തന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മിനിമം 3 പേരെങ്കിലും വേണം ഈ ഒരു ബാഹുബലി ദോശ കഴിക്കാനായിട്ട്. കാരണം 2 വായ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ ആദ്യം നമുക്കൊരു വല്ലാത്ത ആക്രാന്തം ഉണ്ടാവില്ലേ, ആ ഒരു ആക്രാന്തത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു 2-3 ഐറ്റംസ് പറഞ്ഞു. പിന്നെ തോന്നി ഈ ബാഹുബലി മാത്രം മതിയായിരുന്നു എന്ന്. പൊടി ഇഡ്ഡലിയും പിന്നെ ഒരു ചെന്നൈ സൂപ്പർ സ്റ്റാർ ദോശയും കൂടെ പറഞ്ഞു. പൊടി ഇഡ്ഡലിയും ബാഹുബലി ദോശയും ഞങ്ങൾ ഫിനിഷ് ചെയ്തു. ചെന്നൈ സൂപ്പർ സ്റ്റാറിനെ നമ്മൾ പാഴ്സൽ എടുത്തു. നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ സിനിമ പ്ലാൻ ക്യാൻസലായി. കാരണം നമ്മൾ വിചാരിച്ച പടം തിയേറ്ററിലില്ല. പിന്നെ ഉള്ള പടങ്ങളൊന്നും നമുക്ക് കാണാൻ വലിയ താല്പര്യം തോന്നിയില്ല. ലണ്ടനിൽ ക്രിസ്മസ് ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് അല്ലെങ്കിൽ റജന്റ് സ്ട്രീറ്റ് ആണ്. അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ കൊല്ലം അവിടെ പോയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇന്ന് പോകാൻ പ്ലാൻ ഇട്ടില്ല, വേറൊരു ദിവസം പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ നമുക്ക് ഇന്നൊന്ന് പോവാം. ഇന്ന് പോയിട്ട് നമുക്ക് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ഒക്കെ കാണാം. നമ്മൾ ഓക്സ്ഫോർഡ് സർക്കസിലെത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്, റജന്റ് സ്ട്രീറ്റ്, ചൈന ടൗൺ എല്ലായിടത്തും നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ലിബർട്ടി എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പല കളറിലുള്ള ക്രിസ്മസ് ട്രീയും ലൈറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. അവിടെ പോയപ്പോൾ കുറേ ഹൈ എൻഡ് ബ്രാൻഡഡ് സാധനങ്ങൾ, സ്കിൻ കെയർ പ്രോഡക്ട്സ്, ആക്സസറീസ്, മേക്കപ്പ് പ്രോഡക്ട്സ്, അങ്ങനെ കുറേ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഡോറ് കണ്ടത്. പിന്നെയാണ് മനസ്സിലായത് അതൊരു ലിഫ്റ്റ് ആയിരുന്നു എന്ന് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടില്ലേ. അത്
കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാർണബി സ്ട്രീറ്റിൽ വന്നു. അവിടെ വന്നപ്പോഴേക്കും ഭയങ്കര മഴ തുടങ്ങി. ശരിക്കും മഴയത്ത് നടക്കാൻ പിന്നെ ഒരു സുഖമില്ല. അപ്പം നമ്മൾ തിരിച്ച് പോവാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ വൈകുന്നേരം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. 4 മണിക്ക് തന്നെ ഇരുട്ടാവണമുണ്ട്. ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്. നേരത്തെ വന്നാലും നമുക്ക് എല്ലാ ലൈറ്റ്സും കാണാൻ പറ്റും. അടിപൊളിയായിരുന്നു. ശരിക്കും ക്രിസ്മസ് ടൈമിൽ ലണ്ടൻ ഈസ് എ ഡിഫറെൻറ്റ് വൈബ്. വിത്ത് എ ഹാപ്പി ഹാർട്ട് അവിടുന്ന് നമ്മൾ തിരിച്ചു കെനറി വാഫ് വഴി ദേ ഗ്രെനിച്ചിലെത്തി. അപ്പോൾ ഗൈസ് നമ്മളിതേ തിരിച്ച് ഗ്രെനിച്ച് എത്തിയിട്ടുണ്ട്. നല്ല മഴയാണിപ്പോൾ പുറത്ത്, ഭയങ്കര മഴ. ഞങ്ങൾ ഓക്സ്ഫോർഡ്സൊക്കെ സ്റ്റോട്ടനം കോട്ട് റോഡിൽ നിന്ന് ട്യൂബ് എടുത്തിട്ട് ഗ്രെനിച്ചിലെത്തി. പിന്നെ ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യുകയാണ്. ഞാൻ തിരിച്ച് ജില്ലിംഗമിലേക്ക് പോവുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വ്ളോഗ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിൽ ഇന്ന കാര്യങ്ങൾ ഒരു ദിവസം ഇതൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു, മെയിനായിട്ടുള്ള കാര്യം. പക്ഷെ മിക്കതും നടന്നില്ല. ഡ്രസ്സ് ഷോപ്പിംഗ് നടന്നില്ല, പിന്നെ സിനിമയും നടന്നില്ല. ആകെപ്പാടെ ഫുഡ് കഴിച്ചു നന്നായിട്ട്, അത് നടന്നു. അതിൽ ഭയങ്കര ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഞങ്ങൾ ഒരു സൂപ്പർ സ്റ്റാർ ദോശ പറഞ്ഞല്ലോ, ചെന്നൈ സൂപ്പർ സ്റ്റാർ ദോശ, അതും ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബാഹുബലി കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് ഫുള്ളായി. അപ്പോൾ ചെന്നൈ സൂപ്പർ സ്റ്റാർ കഴിക്കാൻ നമുക്ക് വയറിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് പാഴ്സലായിട്ട് എടുത്തു. അപ്പം ഞങ്ങൾ ഇപ്പോൾ രാത്രി നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഇപ്പോൾ സമയം ഏകദേശം 6:45 അപ്പോൾ ഇത് നമുക്ക് ഡിന്നറായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പ്രസൻറ്റേഷൻ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചീസൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ദോശ. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.